ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബീഫ് കറിയും പുട്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് ഇൻഡസ് വാലിയുടെ ഈ ഒരു ഇൻഡസ് വാലിയുടെ ഈ ഒരു കടായിലാണ്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 24 സെന്റിമീറ്റേഴ്സ് വലുപ്പത്തിലുള്ള ഈ കടായിലാണ് ഞാൻ നമ്മളുടെ ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഇപ്പൊ കിട്ടാവുന്നതിൽ ഏറ്റവും വലുപ്പം കൂടി ഒരു കടായിയാണ് ഈ 24 സെന്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ അവർക്ക് ഇതിനേലും വലിയ കടായി ഉണ്ടായിരുന്നു, അതിന്റെ കയ്യിലുണ്ട്. പക്ഷെ പിന്നീട് ആ ഒരു സൈസ് ഇപ്പൊ ഉണ്ടാക്കുന്നില്ല. ഈ ഒരു സൈസാണ് ഏറ്റവും വലുതായിട്ടുള്ളത്, 24 സെന്റിമീറ്റേഴ്സ് അല്ല. ഇതിന് കൂടിയിട്ട് ഒരു ഇൻഡസ് വാലിയുടെ അതേ ബ്രാൻഡിലുള്ള ഒരു സ്പാച്ചില കൂടിയിട്ട് നമുക്ക് ഇതിനോട് കൂടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. 3 ലെയറാണ് ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. 2 സ്റ്റീലിന്റെ പുറമേയുള്ള 2 ലെയർ, ഉള്ളിലൊരു അലുമിനിയത്തിന്റെ ഒരു ലെയറും കൂടി ചേർത്തിട്ടാണ് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളുടെ കിച്ചണിൽ കുറഞ്ഞ രീതിയിലുള്ള പാത്രങ്ങൾ, ഇപ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ, അങ്ങനെയുള്ള അധികം വെയിറ്റ് ഇല്ലാത്ത പാത്രങ്ങൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്കിത് അടിയിൽ കരിഞ്ഞു പിടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എപ്പോഴും വീട്ടമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫുഡൊന്നും കത്തിപ്പോകുന്നില്ല, 100% ഫുഡ് സേഫാണ്, കെമിക്കൽ കോട്ടിംഗ് ഇല്ല. ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ട് ഇന്ത്യസ് ഫസ്റ്റ് ഹെൽത്തി കിച്ചൺ വെയർ ബ്രാൻഡാണ് നമ്മളുടെ ഇൻഡസ് വാലി എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, നമ്മളുടെ കിച്ചണിലെ പാത്രങ്ങൾ പലതും ഇതുപോലെ ഹാൻഡിൽ ഉണ്ടായത് വിട്ടുപോയിട്ട് അവിടെ ഈ ഒരു സ്ക്രൂ മാത്രം ഇട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അത് കിച്ചണ് തന്നെ ഒരു ഭംഗിക്കുറവല്ലേ അങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് അതങ്ങനെ വിട്ടുപോകുന്നത്? നമുക്കത് മാറ്റാൻ പറ്റാതെ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നതും. കാരണം വീണ്ടും പൈസ മുടക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് നമ്മൾ കൈയൊന്നും ഇല്ലേലും ഹാൻഡിലൊക്കെ പോയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഉള്ളിൽ നിന്നെല്ലാം അതിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ കളയാതെ ഉപയോഗിക്കും. ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഹാൻഡിലിൽ അതൊരു പാത്രം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് താഴെ വീണു മറിഞ്ഞു അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കോട്ടിങ് പോയി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുള്ള അംശങ്ങളെല്ലാം ഫുഡിൽ കലർന്നിട്ട് നമുക്ക് ഗ്രാജുവലി നമ്മളുടെ ഒരു ശരീരത്തിലേക്ക് പോയിസൺ വന്ന് കയറാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തലമുറകളിലേക്ക് തന്നെ ഇത് കൈമാറി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയാണ് ഈ കാസ്റ്റ് അയൺ പോലെ തന്നെ ഉള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചെയ്തേക്കാത്ത ഡ്യൂറബിൾ ആയിട്ടുള്ള പാത്രങ്ങളാണ് ഇൻഡസ് വാലിയുടെ എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ഈ ഹാൻഡിലെല്ലാം എത്ര താഴെ വീണാലും പൊട്ടില്ല. ഇതെൻ്റെ അനുഭവം തന്നെയാണ്. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ ഈ ഹാൻഡിലൊന്നും ഒരിക്കലും പൊട്ടില്ല, അത്രയും സ്ട്രോങ് ആണ്. എങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും തറ പൊട്ടുള്ളൂ, പക്ഷെ ഇതിനൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത്രയും സ്ട്രോങ്ങും ഇത്രയും ഫുഡ് സേഫ്, 100% ഫുഡ് സേഫാണ്. ഏത് കുഞ്ഞു കുട്ടികളെല്ലാം വീട്ടിലും നമ്മൾക്ക് ധൈര്യപൂർവ്വം ഇതിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 12% അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി ഇതിന്റെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. 1000 രൂപക്ക് മുകളിലുള്ള പ്രൊഡക്ട്സുകൾക്കാണ് ഈ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നത് കേട്ടോ, നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ വേറെയുള്ള ഡിസ്കൗണ്ടുകളും ഓരോ സെയിൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സമയത്തും അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ സൈറ്റ് എന്തായാലും നമ്മളിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുന്ന ആളുകൾക്ക് അത് വിസിറ്റ് ചെയ്യാം, ആവശ്യക്കാർക്ക് നോക്കിയിട്ട് വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. ആരെയും നിർബന്ധിക്കുന്നതല്ല. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. എങ്കിലും വിസിറ്റ് ചെയ്ത് നോക്കുന്ന ഒരു കുഴപ്പമില്ല. എന്തൊക്കെയുണ്ടെന്നൊക്കെയുള്ള കാണാം. ന്യൂ ലോഞ്ചൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി നമ്മൾക്ക് ഒന്ന് കണ്ടു നോക്കാമല്ല, അത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ കറിയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയാണ് തുടർന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങിട്ട ബീഫ് കറിയാണ് ഇന്ന് വെക്കുന്നതായിട്ട്. പുട്ടും ബീഫ് കറിയും, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളയപ്പം ബീഫ് കറിയും സൂപ്പറാണ്. അപ്പോൾ ഇന്ന് പുട്ടും ബീഫ് കറിയാക്കാമെന്ന് വെച്ചു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്തടുത്ത് തന്നെ നമ്മൾ വെള്ളയപ്പം ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് വെച്ചത്. അപ്പോൾ ഇന്ന് ബീഫാണ്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ തന്നെ ഞാൻ കുക്കിംഗ് തുടങ്ങി. കാരണം ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് തന്നെ
കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിലും രാവിലെ തന്നെ കുക്കിങ് കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് പുറത്ത് ചാടണം. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിങ്ങിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ബീഫ് കറി വെച്ചിട്ട് പിന്നെ ഇത് തന്നെ മതി ഉച്ചക്ക് കഴിക്കാനും. ഇതിൻ്റെ കൂട്ടത്തിലൊരു സൈഡായിട്ട് ഇത്തിരി വെണ്ടക്കായ മെഴുക്ക് പുരട്ടിയും കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രം മതി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചോറും ഒക്കെ കുക്കറിൽ അതുമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഉപ്പെല്ലാം ചേർത്തിട്ട് ഇത്തിരി വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് തന്നെ വേവിക്കണേ. നമ്മൾ ഉരുളക്കിഴങ്ങിട്ട് വേവിക്കാനുള്ളതുകൊണ്ട് വെള്ളം വേണമല്ലോ, അതുകൊണ്ട് വെള്ളമൊക്കെ ഇട്ട് വേവിച്ച്. പിന്നെ നമ്മുടെ റൂബിയുള്ള ചിക്കൻ അതിൻ്റെ മീതയിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ച്. കാരണം അതിൽ ഉപ്പ് കലരാൻ പാടില്ല. സാധാരണ ഡോഗുകൾക്ക് ഉപ്പ് കലർന്ന ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുമ്പോൾ കുറേ പേരുടെ ചിന്ത ഡോഗിൻ്റെ ബുദ്ധി പോകും. അതുകൊണ്ടാണ് ഉപ്പ് കലർന്ന ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുന്നതെന്നാണ് കുറേ പേരും കരുതിയിരിക്കുന്നത്. ഞാനങ്ങനെ കുറേ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല കാര്യം. ഡോഗുകളുടെ സ്കിന്ന് ചൊറിച്ചിലുണ്ടാകുകയും ചെയ്യും, രോമം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉപ്പ് കലർന്ന ഭക്ഷണവും അതുപോലെ മധുരം കലർന്ന ഭക്ഷണവും കൊടുക്കരുതെന്ന് പറയുന്നത്. എങ്കിലും ഇവർ കുറേ കൊതിയോടുകൂടി നോക്കിയിരിക്കും. നമ്മൾ വല്ലപ്പോഴൊക്കെ ഒരിത്തിരി മധുരവും ഉപ്പൊക്കെ കലർന്നതൊക്കെ കൊടുക്കും. പക്ഷേ സ്ഥിരമായിട്ട് ഒരിക്കലും അവരുടെ ഡെയിലി ഫുഡിൽ ഒരിക്കലും ഉപ്പിടരുത്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനൊരു കാപ്പിയും കൂടിയൊക്കെ ഇട്ട് പിന്നെ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി അരിഞ്ഞിട്ടാണ് നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു വലിഞ്ഞു വരുന്ന ആ ഒരു കാര്യം കുറഞ്ഞ് കിട്ടും കേട്ടോ. കാരണം ഇത്തിരി പുളി കലർത്തിയിട്ട് വെണ്ടക്ക ഒന്നില്ലെങ്കിൽ ഇത്തിരി വിനാഗിരി അല്ലെന്നുണ്ടെങ്കിൽ തൈരൊക്കെ ചേർത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഇങ്ങനെ വലിഞ്ഞു വരില്ലേ, അത് ഉണ്ടാകാതിരിക്കും. പിന്നെയാണെങ്കിൽ വെണ്ടയ്ക്ക ഇങ്ങനെ തുറന്നിട്ട് തന്നെ വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഒട്ടും തന്നെ അങ്ങനെ വലിഞ്ഞു വരില്ല. പക്ഷെ നമ്മൾ മിക്ക ആളുകളും അടച്ച് തന്നെ വെച്ചിട്ട് വേവിക്കാൻ, പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്യാസ് കൂടുതലാവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഞാനവിടെ വെച്ചിട്ട് പിന്നെ ഇനി ഇറച്ചി കറിക്കുള്ള മസാല എടുക്കണം. ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ളു മതി. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് മീറ്റ് മസാല, ബിരിയാണി മസാല. ഇത് രണ്ടും ഇപ്പം ഇട്ടിട്ടാണ് ഈ സാധാരണ ബീഫ് കറി എന്ത് വെക്കുമ്പോഴും വിന്താലും ഒഴികെ മറ്റുള്ള റോസ്റ്റ് ചെയ്യുമ്പോഴും എങ്ങനെയും ഇത് രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴായിട്ട് മിക്സിയിൽ നമ്മൾ ഈ മസാല വഴറ്റിയതൊന്ന് അരച്ചിട്ട് ചെയ്യില്ലേ, ആ കറിയൊന്നും ചെയ്യണില്ല. അതൊക്കെ ഇതിൽ പണി കൂടുതലാണ്. ഇതാവുമ്പോൾ വേഗം കാര്യങ്ങൾ കഴിയുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റുമാണ്. കറിക്ക് നല്ല തിക്നെസ്സൊക്കെ ഉണ്ടാകും, ഗ്രേവി തിക്കായിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ കൊള്ളാം. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ വേണം കേട്ടോ. ഈ മസാലയ്ക്കൊന്ന് വഴണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം. പിന്നെ വേപ്പിലയും ഇത്തിരി സവാള മാത്രമേ ഇട്ടുള്ളൂ. കാരണം നമ്മൾ അതിനകത്തേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇടണ്ട. അതൊന്ന് കളർ മാറുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന മസാലകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇറച്ചി വെന്ത ആ വെള്ളവും ഇറച്ചിയും കൂടിയൊക്കെ ചേർത്ത് അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് എനിക്ക്. എത്ര കഴിച്ചാലും എനിക്ക് അത് മടുപ്പ് വരില്ല കേട്ടോ. കാരണം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കറികൾ പരീക്ഷിക്കൂലേ, അതൊക്കെ ഞാൻ 1-2 തവണയെ സാധാരണ ഉണ്ടാക്കാറുള്ളൂ. ഈ ഒരു കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് കാലം നമ്മുടെ അമ്മമാരൊക്കെ വെച്ച് തന്ന ആ ഒരു രുചി, ആ ഒരു ഓർമ്മകളാണ് ഈ കറികളൊക്കെ വെക്കുമ്പോൾ. പിന്നെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് വെറൈറ്റി കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ അതിനോട് ഒരു താല്പര്യം തോന്നാത്ത കാര്യം, നമ്മൾ ചെറുപ്പകാലത്തിലേ ശീലിച്ച ആ ഒരു കറികളൊന്നും അല്ലത്. ആ ഒരു ശീലിച്ച കറികളായിരിക്കുള്ളൂ നമുക്ക് എന്നും ആ ഒരു ടേസ്റ്റായിട്ട് തോന്നുന്നത്. എനിക്കങ്ങനെയാണ്. മറ്റേത് നല്ല ടേസ്റ്റായിട്ടൊക്കെ തോന്നും, പക്ഷെ അത് 1-2 തവണ കഴിച്ചു കഴിഞ്ഞ് പിന്നെ വെക്കാൻ തോന്നില്ല. അപ്പോൾ ആ ഒരു സൂപ്പോട് കൂടിയിട്ട് തന്നെ ഇറച്ചി വേവിച്ചതും കൂടി ഇട്ട് ഉരുളക്കിഴങ്ങും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇനി മൂടി വെച്ചിട്ട് സാവധാനം ഇരുന്നിട്ട് വെന്ത് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ മൂടി ഇതിൻ്റെ അല്ല കേട്ടോ. മൂടി വേറെ ഇൻഡസ്ഫാലിഡ് തന്നെ വേറൊരു ഫ്രൈ പാൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മൂടി ഇപ്പോൾ ഈ ഒരു കണക്കിലുള്ള 24 ഇഞ്ചസിൻ്റെ എല്ലാത്തിലും അത് സ്യൂട്ടാകും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേറെ പല പാത്രങ്ങൾ മൂടാനെടുക്കാം. അപ്പോൾ അത് ആ ചെറിയ ബർണറിലേക്ക് ഞാൻ അങ്ങോട്ട് നീക്കി വെച്ച്, കാരണം അത് ചെറിയ രീതിയിൽ ഒന്നിരുന്ന് സിമ്മിലിരുന്നിട്ട് വേഗട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അടുത്ത ഇത് കടായി വെച്ചിട്ട് ഇനി നമ്മുടെ വെണ്ടക്കായ മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേപ്പില, വെളുത്തുള്ളി വേണം, പച്ചമുളക്, ഇഞ്ചി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, സവാള കുറച്ചധികം. എന്നിട്ട് അതിനകത്തേക്ക്
ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പേരിന് മാത്രം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിൽ വരാത്ത രീതിയിൽ. സാധാരണ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇതിനകത്ത് ചേർക്കാറുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ ചേർത്തിട്ട് നന്നായിരുന്നു. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ഈ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ചേർത്ത് തുറന്നിട്ട് വേവിക്കണമെങ്കിൽ നല്ലത്, അടച്ച് വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് നേരം കഴിഞ്ഞ് വെന്ത് ഒരു ഏകദേശം ആയി കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ടിട്ട് ഒന്ന് മറിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിഞ്ഞു വരുന്നതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ തക്കാളി ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ വലിഞ്ഞു വരൽ കുറവായിരിക്കുള്ളൂ. ഇത്തിരി പുളിരസം ചേർന്ന് കഴിഞ്ഞാൽ വലിഞ്ഞു വരുന്നത് അധികം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇതുവരെയും പുട്ടുണ്ടാക്കിയിട്ടില്ല, കാരണം നമ്മുടെ കറി തന്നെ സെറ്റായി വന്നിട്ടില്ലല്ലോ. ആ നേരം കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ ഏതായാലും ഇത് ബീഫിൻ്റെ അകത്തുനിന്ന് റൂബിക്കുള്ളത് എടുത്ത് അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചില സമയത്ത് അവൾ കഴിക്കൂല കേട്ടോ, ഈ കാലത്തൊന്നും കഴിക്കൂല. ഇപ്പം കഴിഞ്ഞ ദിവസം അവൾക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാനായിട്ട്. ചിക്കൻ്റെ 2 ലെഗ് നല്ല വലിയ നല്ല മാംസമുള്ള ലെഗായിരുന്നു. അത് രാവിലെ മുതലേ കഴിക്കാൻ വെച്ചിട്ട് അവൾ എന്തായാലും കഴിച്ചില്ല. അവസാനം രാത്രി ഒരു 11 മണിയായപ്പോഴത്തേക്കുമാണ് അത് ഭയങ്കര നിർബന്ധിച്ച് കൊടുത്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ചിക്കൻ കൊടുക്കണ്ട, അവൾക്ക് ഒട്ടും താല്പര്യമില്ലാതെയല്ലേ കഴിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ വേവിച്ചില്ല. അപ്പോഴാണ് ഈ ബീഫിൻ്റെ കറി വെക്കണുണ്ടല്ലോ, എന്നാൽ പിന്നെ ബീഫ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് ഈ ബീഫിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിക്കണത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ബീഫ് വേവിച്ച് വെച്ചിട്ട് രാത്രിയായി അവൾ കഴിച്ചപ്പോഴേക്കും അവൾ കഴിക്കണുണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ എന്തോ അവൾക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് വേഗം കഴിക്കണേ കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തേങ്ങ പൊതിക്കണം, പുട്ടുണ്ടാക്കണം. പൊതിച്ച തേങ്ങയില്ല. അപ്പോൾ അങ്ങനെ തേങ്ങ പൊതിച്ചിട്ട് വേണം പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂബി ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഞാനിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പണികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ആ സൈഡിൽ ആ ഗേറ്റ് തുറന്നു കൊടുക്കാനാണ് ഒച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുത്ത് അങ്ങനെ അവിടെ കിടന്ന് ഓടിക്കളിയൊക്കെയാണ് കേട്ടോ. മൂത്രമൊഴിക്കൽ, ചേട്ടനുണ്ടെങ്കിൽ ചേട്ടനെ കൊണ്ട് അവിടെ വെള്ളം ഒഴിപ്പിക്കൽ, ഇങ്ങനെയുള്ള പണികൾക്കൊക്കെയാണ് ഇവൾക്ക് ഇഷ്ടം കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ കൂടുതൽ വെള്ളം ഒഴിക്കാനും നിൽക്കില്ല, വല്ലപ്പോഴും മാത്രമേ അങ്ങനെ നിൽക്കുള്ളൂ. ഇപ്പം എനിക്ക് പണികളിലോട്ട് ഞാനതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഒരു ദിവസം കുറേ ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് പപ്പയുടെ ഒരു ഫ്രണ്ടും ഭാര്യയായി. ഞങ്ങൾ കല്യാണം കഴിച്ചൊക്കെ ഒരേ സമയത്തൊക്കെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഭയങ്കര തിക്ക് ഫ്രണ്ട്സായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇവരുടെ മുഖം എന്നേലൊക്കെ കുറച്ചും കൂടി പ്രായമുണ്ട്, എൻ്റെ ഏജല്ല. എനിക്ക് തോന്നുന്നത് 58 വയസ്സ് പ്രായമുണ്ട് അവർക്ക്. കാരണം ഞാനും പപ്പയും തമ്മിൽ കുറച്ചധികം ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലൊന്നും അധികം ഡിഫറൻസ് ഇല്ല. അപ്പോൾ ആ പുള്ളിക്കാരത്തിയുടെ മുഖം കണ്ട് ഞാൻ ആകെപ്പാടെ അപ്സെറ്റായിപ്പോയി. കാരണം മുഖത്ത് കരി വാരി തേച്ച പോലെ ഇരിക്കണേണ്. ശരിക്കും കരി എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ തേച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും മുഖത്ത്, അങ്ങനെ ഇരിക്കണേ. ഞാനൊന്നും പറഞ്ഞില്ല, ഒരക്ഷരം പറഞ്ഞില്ല. നമ്മളെപ്പോഴും കണ്ട് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ച്. അപ്പോൾ ആ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയണേണ്, ഞങ്ങളിപ്പോൾ നടന്നാണ് വന്നത് എന്ന് പറയണേണ്. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. നടന്ന് വന്ന സമയത്ത് വഴിയിൽ വെച്ചൊരു ചേച്ചിയെ കണ്ടിരുന്നു. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, എന്താണ് ഈ മുഖം ഇങ്ങനെ ആയിപ്പോയത്, ഐശ്വര്യം മൊത്തം പോയല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി അത് കേട്ടിട്ട്. എൻ്റെ മുഖത്ത് വല്ല കുഴപ്പമുണ്ടോ എന്ന് എന്നെ അടുത്ത് ചോദിക്കണേ. ഞാൻ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് നമുക്ക് വരും, പ്രായം വ്യത്യാസം അനുസരിച്ച്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നും ഞാൻ നോക്കിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ മുഖം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പം ഞാനും കൂടി അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവരാകെ തകർന്നു പോകുമായിരുന്നില്ലേ. അപ്പോൾ ഇത് ഞാൻ പറയുന്ന കാര്യം, കുറേ അധികം ആളുകളുണ്ട്. നമ്മൾ ആരെങ്കിലും വഴിയിൽ വെച്ച് കാണുമ്പോഴോ ഒരു ഫംഗ്ഷൻ വെച്ച് കാണുമ്പോഴോ ഇവരാദ്യം സ്നേഹം പ്രകടിപ്പിക്കാൻ പറയുന്നത്, അയ്യോ എന്താ ഇത് കോലം കെട്ടുപോയല്ല, ക്ഷീണിച്ച് അവശതയായി പോയല്ല, കറുത്ത് കരിക്കട്ടയായി പോയല്ല, ഇതെന്ത് പറ്റി, വല്ല അസുഖമാണോ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചോദിച്ച് ആദ്യം തന്നെ ഒരു നെഗറ്റീവ്
എനർജി നമ്മളിലേക്ക് തരും. അതോടുകൂടി ഈ വ്യക്തിയെ നമ്മൾ അവിടെ വെച്ച് വെറുക്കുകയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിൽ ഈ ഒരു കാര്യം സൂക്ഷിക്കുക. ഒരാളെ കാണുമ്പോഴും അവർ നമ്മളോട് ചോദിച്ചില്ലല്ലോ എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്നവർ ചോദിച്ചില്ലല്ലോ. അല്ലാതെ കയറിയിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഒരു നല്ലൊരു സൗഹൃദ ബന്ധം കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഈ നെഗറ്റീവ് അടിക്കാതിരിക്കുക. അയ്യോ വല്ലാതെ പോലെ ഇരിക്കുന്നത്, എന്ത് പറ്റി, എങ്ങനെയാണ് ഇങ്ങനെ ക്ഷീണിച്ചു പോയില്ല, അസുഖമാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ കോൺഫിഡൻസ് പോയി ഈ നിൽക്കുന്ന ആളിൻ്റെ. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ആരും കാണുമ്പോൾ തന്നെ സംസാരിക്കാതിരിക്കുക. ഒന്നും മിണ്ടാതിരുന്നാൽ മതി. എന്തിനാണ് ബോഡീനെ കുറിച്ചും മുഖത്തിനെ കുറിച്ചുമൊക്കെ പറയണത്? പിന്നെ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വിഷമം. അപ്പോൾ അതൊക്കെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാനത് പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ അവരുടെ വീടിൻ്റെ മേൽക്കൂരയൊക്കെ നനക്കുന്നുണ്ട്. കാരണം ചൂട് കുറയാൻ വേണ്ടിയിട്ട്. ഇവിടെ പപ്പയും മുകളിൽ ടെറസൊക്കെ നനക്കാറുണ്ട്. അപ്പോൾ അത് പലതവണ കുട്ടികൾ അവിടെ നനക്കും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വെള്ളം വീഴുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇവിടെ നിന്നാണ് വെള്ളം വീഴുന്നതെന്ന് നോക്കുമ്പോൾ കുട്ടികൾ അവിടെ നനക്കണേ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അധികം കിച്ചണിൽ കുക്കിംഗ് ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ അധികം ദിവസങ്ങളായിട്ട് ചെയ്യണമെന്ന് കരുതിയ ഈ ഒരു ജോലിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. നമ്മുടെ അയേണിങ് ബോർഡ് കുറച്ച് കേട് വന്നിട്ടുണ്ട്. അത് തുണിക്ക് മാത്രം കേട്ടോ, അല്ലാത്ത കേടൊന്നുമില്ല. അപ്പോൾ അതിനൊരു കവർ തയ്ക്കണം. അപ്പോൾ നമ്മൾക്കിത് കവർ തയ്ക്കാനായിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ ചുറ്റും ഇത്തിരി അകത്തി വെട്ടി ഒരു തുണി എടുക്കുക. കാരണം ഇതിൻ്റെ ചുറ്റും നമുക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് ഇതിന്മേലേക്കൊന്ന് വെറുതെ ഒന്ന് വലിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു അയണിങ് ബോർഡിൻ്റെ ഈ ഒരു കുഷ്യൻ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് തേക്കുമ്പോൾ ഇത്രയും കൂടി നല്ലതായിട്ട് തന്നെ ചുളിവൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ കുഷ്യൻ പോലെ ഒന്ന് ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ, അതായത് നമ്മുടെ പഞ്ഞിയുടെ ഒരു സ്ലാബ് പോലത്തെ സംഭവം കിട്ടൂലേ, അത് മേടിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മീതയിൽ ഇട്ടിട്ട് ഈ കവർ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏതായാലും ആ ഒരു ഷീറ്റ് പോലത്തെ സംഭവം ഇല്ല. അപ്പം ഞാൻ ഇത് തയ്ച്ചെടുത്തതിന് ശേഷം ഒരു ബെഡ്ഷീറ്റ് ഇത്തിരി കട്ടിക്ക് അയണിങ് ബോർഡിൽ ഇട്ടിട്ട് ഇതങ്ങോട്ട് ഫിക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി വൃത്തിക്ക് ഇത്തിരി കുറവുണ്ടാകും. കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു ഫോം എന്തെങ്കിലും അതിൻ്റെ മീതയിൽ ഇടണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അത് ഞാൻ സാവധാനം അത് കിട്ടുന്ന സമയത്ത് ചെയ്യാം. ഇത് ഏതായാലും കുറേ ദിവസങ്ങളായിട്ട് അതൊരു വൃത്തികേടായിട്ട് കിടക്കുന്നത്. കാരണം റോജറൊക്കെ വരുമ്പോഴാണ് കൂടുതലും തേക്കുന്നത്. പിന്നെ പപ്പയുടെ ഷർട്ടുകളും പപ്പ തേക്കും. അപ്പോൾ അതൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ മീതയിൽ എന്തെങ്കിലും ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിട്ടൊക്കെയാണ് ഇവർ തേക്കണത്. അത് കാണുമ്പോഴാണ് എനിക്കിത് ശരിയാക്കണമെന്നുള്ളൊരു ചിന്ത വന്നത്. അങ്ങനെ ഞാൻ ഒരു നല്ല ബെഡ്ഷീറ്റാണ് കട്ട് ചെയ്തത്. കാരണം അത് നല്ല പ്രിൻ്റാണ്. അപ്പോൾ ഏതായാലും തയ്ച്ചിടുമ്പോൾ അവിടെ ഒരു ഭംഗി വേണ്ടേ. പിന്നെ ആ ബെഡ്ഷീറ്റൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷം പഴക്കമുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ. മറ്റേ പോളിസ്റ്റർ ടൈപ്പ് ആയതുകൊണ്ട് അത് കീറില്ല, കളറും പോവില്ല, അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഫ്രഷ് ആയിട്ടിരിക്കും. പക്ഷെ 10 വർഷം പഴക്കമുണ്ട് ഏതായാലും. അപ്പം ഞാൻ വിചാരിച്ച് അതൊക്കെ എത്രയോ നാളുകളായതാണ്. അപ്പോൾ ഏതായാലും അത് ഒന്ന് കട്ട് ചെയ്ത് ആ നല്ല ഭംഗിയുള്ള ഒരു തുണി തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പം നമ്മളുടെ പുതിയ മെഷീനിൽ തന്നെയാണ്, പുതിയ മെഷീനല്ല ഒരു കൊല്ലം കഴിഞ്ഞ് എങ്കിലും മറ്റേ മെഷീൻ പഴയതെന്നാണ്, ഇത് പുതിയതെന്നുമാണല്ലോ പറയണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ മെഷീനിലാണ് തയ്ക്കണത് കേട്ടോ. അപ്പോൾ ഈ മെഷീൻ്റെ കാര്യം ഒരുപാട് പേര് ഇത് കാണുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഉഷ ജനോം എന്ന് പറയുന്ന തയ്യൽ മെഷീനാണ്. ആ ഒരു ഇത് ഹൈടെക് മെഷീൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഒരുവിധം എല്ലാ തയ്യലും ഇതിനകത്ത് നടക്കും. പിന്നെ നമ്മുടെ ജീൻസ് ഒന്നും മടക്കി കട്ടി ഒരു 3 ലെയറിൽ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് തയ്ക്കൂലായിരിക്കും. പക്ഷെ അതൊക്കെ ഇതിൽ നടക്കില്ല. അല്ലാതെ നമുക്ക് മറ്റുള്ള തയ്യൽ, ഇത് ബട്ടണോൾ പിടിപ്പിക്കൽ, എംബ്രോയ്ഡറി, പിന്നെ ഇൻ്റർലോക്കിങ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ അരികൊക്കെ ഉരുട്ടി തയ്ക്കൂലേ, മറ്റേ സാറ്റിൻ തുണിയുടെ അരികൊക്കെ ഇങ്ങനെ ഷിഫോൺ തുണിയുടെ അരി ഉരുട്ടി തയ്ക്കില്ല, അത് ആ സ്റ്റിച്ചിങ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ചുറ്റും നമ്മൾ തയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പം ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് തയ്ക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം. കാരണം ഈ എലാസ്റ്റിക് ഇതിൻ്റെ ചുറ്റും കൂടി എടുത്ത് ജോയിൻ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇടയ്ക്ക് തടസ്സം വരാത്ത രീതിയിൽ തയ്ക്കണം. ഇടയ്ക്കൊക്കെ സ്റ്റിച്ച് ജോയിൻ്റായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ ഇലാസ്റ്റിക് കയറാതെ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചുറ്റും ഒന്ന് തയ്ക്കുക. ഇലാസ്റ്റിക്കിൻ്റെ വീതി നോക്കിയിട്ട് അത് കയറത്തക്ക രീതിയിൽ വേണം തയ്ക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ തയ്യലങ്ങോട്ട് കഴിഞ്ഞാൽ
ഞാൻ വിചാരിച്ച് മറ്റേ ഞാൻ പറഞ്ഞില്ലേ കോട്ടൻ്റെ ഒരു പീസാ അല്ലെങ്കിൽ ഫോമിൻ്റെ പീസാ എന്തെങ്കിലും ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കിടക്കും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിടക്കും. ഞാൻ സാവധാനം അത് ചെയ്യും. ഇപ്പോൾ ഏതായാലും ആ സാധനം ഇല്ല, അപ്പം ഞാൻ വേറൊരു രീതിക്ക് ബെഡ്ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ തയ്ച്ചെടുത്തപ്പോഴത്തേക്ക് ഇതുപോലെ ഉണ്ട്. ഇനി എലാസ്റ്റിക് കയറ്റിലാണ്. അപ്പോൾ ഒരു പിന്ന് വെച്ചിട്ട് കയറ്റിയാൽ മതി, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട്. അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ മുകളിൽ. റൂബി അവിടെ കതച്ച് റൂബിയുടെ ശബ്ദമാണ്, അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ്. റൂബി കഥക്കണ ശബ്ദം ഭയങ്കരമായിട്ടുണ്ട്, കാരണം മുകളിലിരുന്ന് തയ്ക്കുമ്പോൾ മുകളിൽ ഭയങ്കര ചൂടാട്ടോ. അങ്ങനെ ഇത് എലാസ്റ്റിക് കൂടി കയറ്റാൻ പോണേ. എലാസ്റ്റിക്കിൻ്റെ അളവ് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് പിടിച്ച് നോക്കുക എത്ര എലാസ്റ്റിക് വേണം എന്നുള്ളത്. കാരണം അത് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ എത്ര ടൈറ്റ് നമുക്ക് വേണം ആ രീതിക്ക് എലാസ്റ്റിക് ആ ടേബിളിൻ്റെ ചുറ്റും വലിച്ച് പിടിച്ചിട്ട് ആ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ചിലവർ നമ്മുടെ ദിവാങ്കോട്ടിൻ്റെ കവർ തയ്ക്കണ കാര്യം ചോദിക്കുന്നുണ്ട്. ദിവാങ്കോട്ടിൻ്റെ കവർ തയ്ക്കണ ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ചുറ്റും എലാസ്റ്റിക് ഇട്ടിട്ട് കാലിൻ്റെ ആ ഭാഗത്ത് മാത്രം 2 കെട്ട് വരുന്ന രീതിയിലുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ദിവാങ്കോട്ടിൻ്റെ ഇത് ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇനി സമയം കിട്ടുമ്പോൾ ഞാൻ തയ്ച്ച് കാണിക്കാം കേട്ടോ പുതിയത്. അപ്പോൾ ഇത് നമ്മുടെ തേപ്പൊട്ടി വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ലേ, അവിടെ നമ്മുടെ തുണിയുടെ ഭാഗത്തൊരു കട്ടിങ് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ അത് നിന്നില്ല, അത് അവിടെ ഒരു വേറെ എന്തെങ്കിലും ഒരു ബോർഡ് പോലെ വെച്ചിട്ട് അതുമേലേക്ക് തേപ്പൊട്ടി വെക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ കട്ടിങ് ചെയ്തില്ല കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിൻഡോ പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ സംഭവം പുറത്തേക്ക് ആക്കുന്ന രീതിയിലും ആക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റാണ് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ 2 സൈഡിൽ നിന്നും അങ്ങനെ അങ്ങോട്ട് തൂങ്ങിക്കിടക്കും. ആ ഫ്രണ്ടിൽ, ബാക്കിലേക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത് അവിടം വരെ മാത്രം മതി, അപ്പുറത്തേക്ക് വേണ്ട. എന്നിട്ട് ഇതിൻ്റെ മീതയിലേക്ക് ഞാൻ ആ കവറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോണേ. അപ്പോൾ ഈ ഫ്രണ്ടിലെ ഭാഗം, ഈ തൂങ്ങിക്കിടക്കുന്ന ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ അപ്പോൾ നമ്മുടെ ആ ബെഡ്ഷീറ്റ് ചിത്തയിൽ പോകില്ല. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഇനി ഇതിന് പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും കട്ട് ചെയ്ത് ഇടാൻ പറ്റുന്നത് കിട്ടുമ്പോൾ ഞാനിത് മാറ്റിയിട്ട് അതാക്കിയിട്ട് കുറച്ചും കൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും എല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രിൻ്റൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വലിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ഇതുപോലത്തെ പൊടിക്കൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴകിയ സാധനങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് പൈസ മുടക്കാതെ തന്നെ ഒക്കെ വൃത്തിയാക്കി ഇടാൻ പറ്റും കേട്ടോ. ഇത്തിരി ടൈം കണ്ട് വെച്ച് ആ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സെറ്റിയുടെ കവറ് അതൊക്കെ തയ്ക്കുന്നത് ഞാൻ വീഡിയോ നമ്മുടെ ആദ്യ കാല വീഡിയോകൾ അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. നമ്മുടെ വീട്ടിലുള്ള പഴകിയ സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അധികം ഒട്ടും തന്നെ ചിലവില്ലാതെ കയ്യിലുള്ള സാധനം വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് നമ്മളിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് വന്നത്. അതുവരെയും നമ്മൾ അങ്ങനത്തെ വീഡിയോകളൊക്കെയാണ്, വളരെ ഉപകാരപ്രദമായ വീഡിയോകളൊക്കെയാണ് പണ്ടൊക്കെ ചെയ്തിരുന്നത് വെച്ചത്. ഇനി വീണ്ടും അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തിരക്കായിരിക്കുള്ളൂ. കാരണം റിച്ചാർഡ് വരാറായിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നടക്കൂല. ഇപ്പോൾ ഈ 2-3 മാസമാണ് ഞാനും പപ്പയും മാത്രമായിട്ടുണ്ടായിരുന്നതും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിയതും ആ ഒരു മാസമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് തിരക്കിൻ്റെ സമയമാണ് വരണത്. കാരണം റിച്ചാർഡ് വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും റയൻ വരും. അങ്ങനെയുള്ള തിരക്കുകളിലേക്കാണ് ഇനി വരുന്നത്. അപ്പോൾ റൂബി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കഥക്കണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും വേഗം വരണേണ്. അപ്പോൾ ഈ ചൂട് ഇത്രയും കൂടി നിന്നാൽ ഇന്നിപ്പോൾ നല്ല മഴ കിട്ടി വൈകുന്നേരം ആയപ്പോഴത്തേക്കും. ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. വ്യാഴാഴ്ചയാണ് മഴ പെയ്തത്. ഇവിടെ ഭയങ്കര ഹെവി റെയിനായിരുന്നു കേട്ടോ.
അപ്പോൾ പപ്പ ഇവിടെ താഴെ ഭയങ്കര ക്ലീനിങ് പരിപാടികളായിരുന്നു ഞാൻ മുകളിൽ തയ്ക്കുന്ന സമയത്തെ. അപ്പോൾ കുറേ ക്ലീനിങ് അകത്ത് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം റൂബിയുടെ ബെഡാണ് ഈ പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് പപ്പ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വാക്യൂം ക്ലീനർ വെച്ചുള്ള ക്ലീനിങ് ആണ് മൊത്തത്തിൽ. അപ്പോൾ ഇന്നത്തെ മഴയെന്ന് പറഞ്ഞത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടാ, ശരിക്കും ചൂടങ്ങാട് മാറി. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ അവിടെ കുട്ടികളല്ല, ഇത്തിരി പ്രായമുള്ള 10, 25, 30 വയസ്സുള്ള ആൺകുട്ടികളാണ് കളിക്കണത് കേട്ടോ. അവരാണ് മഴയത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഹാപ്പി, ആ മഴയത്ത് തന്നെ അവർ കളിക്കുന്നുണ്ട്. പിന്നെ മിക്ക ആളുകളും കുടയില്ലാതെ ഈ പെരുമഴയും കൊണ്ടിട്ട് പോണത് ആണ് കണ്ടത്. കാരണം ആരും വിചാരിച്ചിട്ടില്ല മഴ പെയ്യുമെന്നുള്ളതും, അതുകൊണ്ട് തന്നെ കുട എടുത്തിട്ടില്ല. ഇതുവരെ ഇവിടെ ഇങ്ങനെ മഴ പെയ്തിട്ടില്ല. രാത്രി ഏതൊരു ദിവസം മഴ പെയ്തെന്ന് പപ്പ പറയേണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞതുമില്ല. അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ച് അതെല്ലാം കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ട്. ഈ പൂക്കളുടെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന ദിവസമായിരുന്നു ഈ മഴ പെയ്തത്. അതോടുകൂടി പൂക്കളൊക്കെ ഏകദേശം പോയി. കുറേ റോസ് വിരിഞ്ഞ് നിന്ന് വെച്ചതൊക്കെ പോയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള പൂ മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇനിയും മഴയുണ്ടാവും, അപ്പോൾ പിന്നെ ഇതും കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഒരുപാട് റോസിൻ്റെ പെറ്റൽസ് എല്ലാം താഴെ വീണ് പോയിട്ടാണ്, അതുകൊണ്ട് പിന്നെ ആ ഒരു ഇതൊന്നും കാണിക്കാനില്ല. അത്യാവശ്യം 2-3 ചെടികളിൽ മാത്രമേ ബാക്കി പൂക്കൾ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ നമ്മൾ ബൊഗൈൻ വില്ലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയും കുറേ പൂക്കളൊക്കെ പോയി. പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക്